ഹായ് ആർമി കുട്ടീസ്, എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ EFFൻ്റെ ഫസ്റ്റ് പാർട്ടിന് തന്നെ നല്ല റെസ്പോൺസാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കമൻറ്റ് ഇട്ടവർക്കും ലൈക്ക് ചെയ്തവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കും എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. അപ്പം നമുക്ക് ഒട്ടും വൈകാണ്ട് ബാക്കി പാർട്ടിലോട്ടേക്ക് പോകാം. ഓക്കെ. പാട്ടിന്റെ ശബ്ദം കാരണം നന്ദൻ കണ്ണുകൾ വലിച്ചു തുറന്നു. ഇതെന്താ പതിവില്ലാത്ത സിനിമാ പാട്ടൊക്കെ? അവൻ മുഖം പതിയെ വാഷ് ചെയ്ത് പാട്ട് കേൾക്കുന്ന ദിശയിലോട്ടേക്ക് നീങ്ങിയതും കണ്ടു കിച്ചണിൽ ട്രൗസറും ഇട്ട് ഡാൻസ് കളിക്കുന്ന ദേവയെ. കൂടെ മുത്തശ്ശിയുണ്ട്. മുത്തശ്ശി എന്തൊക്കെയോ പറയുവാണ്. കൂടെ ഡാൻസ് ആടാൻ അവളുടെ കൂടെ കൂടുന്നുമുണ്ട്. അവനൊന്ന് കനപ്പിച്ച് ചോദിച്ചു, ഹലോ, രാവിലെ എന്താ ഇവിടെ? അമ്മയും മോളും നല്ല വൈബിലാന്ന് തോന്നുന്നല്ലോ. നന്ദേട്ടൻ എണീറ്റോ? ശരി, എനിക്കും അമ്മയ്ക്കും എന്താ കുറച്ച് ആരംമാതിച്ചൂടെ? വൈബ് അമ്മയാണെങ്കിൽ വൈബ് ഹൗസ് ആകും. അത് தெரியாதா? ஓ அப்படியா மேடம், சரி சரி. பிரேக்ஃபாஸ்ட் மட்டும் ரெடி பண்ண, ആഫ്റ്റർനൂൺ നമുക്ക് പുറത്ത് പോയി സാപ്പിടலாம். എപ്പടി? പെട്ടെന്നാണ് കോളിംഗ് ബെല്ലിന്റെ ഒരു സൗണ്ട്. അവൻ ഡോർ ഓപ്പൺ ചെയ്തതും കണ്ടു ദേവയുടെ ഇളയമ്മയെ. അവൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു വീട്ടിലോട്ടേക്ക്. ഇളയമ്മ ഒരു മര്യാദയില്ലാണ്ട് ഇടിച്ചു കയറി ഹാളിൽ ചെന്ന് സോഫയിലിരുന്നു. എന്നിട്ട് അവനോടായിട്ട് പറഞ്ഞു, ഓ, സാധനങ്ങൾക്കൊക്കെ എന്താ വില? 200 പവൻ തന്ന എന്തേലും ആകുമോ? അതും നിങ്ങളെപ്പോലെ ഒരാൾക്ക്, ഇത്രയും വയസ്സായ ഒരാൾക്ക്. ഞങ്ങളുടെ കിളുന്ത് കുട്ടീനെ തന്നില്ലേ? അന്ന് നമ്മൾ ഉറപ്പിച്ചത് 500 പവനായിരുന്നു. 200 പവൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ബാക്കി എപ്പോൾ തരാനാണ് നിങ്ങളുടെ ഉദ്ദേശം? പണമായിട്ടോ അല്ലോ സ്വർണ്ണമായിട്ടോ തന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ കുട്ടീനെ വിളിച്ചുകൊണ്ട് പോകും. അതിലൊരു ദാക്ഷിണ്യവും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഇത് കേട്ടോണ്ടാണ് ദേവിയും മുത്തശ്ശിയും അടുക്കളയിൽ നിന്ന് വരുന്നത്. നന്ദൻ മനസ്സിലാലോചിച്ചു, ഇത് എന്തൊരു സ്ത്രീയാ! വന്നിട്ട് തന്റെ മകൾക്കൊന്ന് സുഖമാണോ എന്ന് ചോദിച്ചില്ല. പെറ്റമ്മ അല്ലെങ്കിലും ഇത്രയും നാളും അവളെ പോറ്റിയ അമ്മയല്ലേ. നന്ദൻ ദേവിയുടെ ഇളയമ്മയോടായിട്ട് പറഞ്ഞു, ഞാൻ പണമൊക്കെ തരാം, പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. നിങ്ങൾ ഇവളുടെ പേരും പറഞ്ഞ് ഇനി മേലെ ഈ വീട്ടിൽ കാലുകുത്തിയേക്കരുത്. നിങ്ങൾക്ക് ആർത്തി തീരുന്നോളം നിങ്ങൾക്ക് എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാനത് തരാം. ഇവളുമായിട്ടൊരു ബന്ധമുണ്ടെന്ന് പോലും നിങ്ങൾ ഇനി ഓർക്കാനേ പാടില്ല. ഇവൾ എൻ്റെ ഭാര്യയായിട്ട് മാത്രം ഇനി ജീവിച്ചാൽ മതി, എൻ്റെ ഐഡന്റിറ്റിയിൽ. മതി മോനെ, എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. മോൻ തന്നെ അവളെ എടുത്തോ, കാശ് മാത്രം തന്നാ മതി എന്ന് ഇളയമ്മ പോട്ടെ. ഇതും പറഞ്ഞ് ഇളയമ്മ നിമിഷം നേരം കൊണ്ട് അവിടുന്ന് പോയി. ഈ നടക്കുന്ന സംഭവമൊക്കെ കണ്ടതും മുത്തശ്ശി ദേവിയോടായിട്ട് ചോദിച്ചു, മോളെ കുഞ്ഞാ, ഇത് നിന്റെ ഇളയമ്മ തന്നെയാണോ? അവളൊരു ഏങ്ങലോടെ തല കുനിച്ച് അവരോടായിട്ട് പറഞ്ഞു, എനിക്ക് എൻ്റെ അമ്മേനെയും അച്ഛനെയും കണ്ട ഓർമ്മ പോലുമില്ല. ഇളയമ്മയുടെ ആദ്യ ഭർത്താവ് ഞാൻ അച്ചാച്ചാന്ന സ്നേഹത്തോടെ വിളിക്കുന്നത്. അച്ചാച്ചനായിരുന്നു എന്നെ പഠിപ്പിക്കാനും എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തരാനും വളരെ ഇഷ്ടം. അതുകൊണ്ട് എങ്ങനെയൊക്കെയോ ഈ ലോകത്ത് പിടിച്ചു നിന്നു. അച്ചാച്ചൻ്റെ മരണം കഴിഞ്ഞ് ഒരാഴ്ച തികയുന്നതിന് മുന്നേ ഇളയമ്മ വേറെ കെട്ടി. പിന്നെ അങ്ങോട്ടേക്ക് ദുരന്തമായിരുന്നു. അവൾ വല്ലാണ്ട് കണ്ണുകൾ നിറച്ചു നിന്നു. ഇത് കണ്ടതും നന്ദനാകട്ടെ, പെണ്ണെ ഇന്ന് വന്നേ, ഒരു സൂത്രം കാണിച്ചു തരാം. എന്തിനാ ഇതൊക്കെ ആലോചിച്ച് കരഞ്ഞോണ്ടിരിക്കുന്നേ? വേടെ മനസ്സൊന്ന് ഓക്കെ ആക്കാനായിട്ട് ആൻ പെട്ടെന്ന് ടോപ്പിക്ക് മറിച്ചു. എന്നിട്ട് പുറത്തുനിന്ന് പോയിട്ട് ഒരു ആഞ്ഞിലിക്ക വിള കൊണ്ടുവന്ന് കൊടുത്തു. ഇത് നമ്മുടെ പറമ്പിലുണ്ടായതാ, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പർ. അങ്ങനെ ദിവസങ്ങൾ ഇല പൊഴിയുന്ന പോലെ കടന്നുപോയി. ഇന്നാണ് ദേവയുടെ റിസൾട്ട് വരുന്ന ദിവസം. +2-ലെ അവൾ ചീറിപ്പാഞ്ഞ് തെക്കോട്ടും വടക്കോട്ടും നടന്നുകൊണ്ടേയിരുന്നു. ലാപ്ടോപ്പിൽ കാര്യമായിട്ട് വർക്ക് ചെയ്യുന്ന നന്ദൻ അവളെ ഒന്ന് ചൂളി നോക്കുവാണ്. അവൻ അവളോടായിട്ട് പറഞ്ഞു, എന്താടി ഭാര്യയെ, റിസൾട്ട് വരുമ്പോ പൊട്ടി പാളീസാകുവോ? കരിനാക്ക്, എന്റെ പൊന്നു നന്ദേട്ടാ, ഒന്ന് സഹായിച്ചില്ലേ, മിണ്ടാണ്ടിരിക്കോ, അല്ലേ തന്നെ ഇപ്പൊ ഞാൻ BP കയറിയിരിക്കുക. അയ്യോ, ജയിക്കോ തോക്കോ, വല്ല പഠിപ്പിയൊന്നും അല്ലാത്തോണ്ടേ ഭയങ്കര ടെൻഷനാ. അമ്മച്ചിയോട് ചെന്നിട്ട് ഒരു നാരങ്ങ വെള്ളം ഇട്ട് തരുമോ എന്ന് ചോദിച്ചാലോ, ഉപ്പും പഞ്ചസാരയും ഇട്ട്? അല്ലേ വേണ്ട, ഇപ്പൊ തന്നെ ആവശ്യത്തിന് മിച്ചം വെള്ളം കുടിക്കുന്നുണ്ട്.
അല്ല നന്ദേട്ടാ, ഒരു പക്ഷെ തോറ്റ എന്ത് ചെയ്യും? നന്ദേട്ടൻ എന്നെ വഴക്ക് പറയോ? എക്സാമിന് തോറ്റാ നിന്നെ ഞാൻ ബോർഡിംഗ് സ്കൂളിലാക്കും. അവിടെ ചെന്ന് കഴിയുമ്പോഴാ നീ പഠിക്കൂ. ബോർഡിംഗ് സ്കൂളോ? അതെ, ബോർഡിംഗ് സ്കൂള് തന്നെ. നിന്റെ റിസൾട്ടിന്റെ ടൈമായി, ഞാൻ നോക്കട്ടെ. അവൾ പതിയെ കുറുമ്പോടെ അവനെ നോക്കി. അവൻ റിസൾട്ട് നോക്കിയതും കണ്ടു. കുഞ്ഞാ, നീ ഫസ്റ്റ് ആയിട്ട് 2 എണ്ണത്തിന് പൊട്ടിയിട്ടുണ്ട്. ഇവളെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യുവോ? ഇനി എന്നാണ് ഈ സബ്ജക്റ്റ് ഒക്കെ എഴുതിയെടുക്കാൻ മേഡത്തിന്റെ പ്ലാന്? അവൾ അവനെ നോക്കി ഒന്നും നല്ല ഫസ്റ്റായിട്ട് ഒന്ന് ചിരിച്ചു കാണിച്ചു. നീ ചിരിക്കൊന്നും വേണ്ട, നിനക്ക് പണിഷ്മെന്റ് ഉണ്ട്. നീ ഒരു വെള്ള പേപ്പറിൽ 100 തവണ എഴുതിയിട്ട് വാ, ഇനി ഞാൻ തോക്കൂല, ഇനി ഞാൻ തോക്കൂലെന്ന്. പൊടി പോ. എഴുതാനോ? എന്റെ പൊന്നു ദേവേട്ട, ഇപ്പൊ ഇരുന്ന് എഴുതിയ 100 എപ്പാകാനാ? വൈകുന്നേരം കഞ്ഞിയൊക്കെ കുടിക്കണ്ടേ? അല്ലെങ്കിൽ നീ തന്നെ ഒരു പണിഷ്മെന്റ് പറഞ്ഞു. 2 സബ്ജക്റ്റ് തോക്കാൻ ഇവിടെ എന്ത് മലമറിക്കുന്ന പണിയായിരുന്നു. നിനക്ക് ഈ ലാസ്റ്റ് നിമിഷത്തെ നന്നായിട്ടൊന്ന് പഠിച്ചൂടെ? നന്ദേട്ടാ, ഞാനത് പേപ്പറൊക്കെ എഴുതിയെടുത്തോളാം, എങ്ങനെയെങ്കിലും പഠിച്ചിട്ട്. ഓക്കെ. അവൻ അവളുടെ കവിളിലൊരു ആഞ്ഞൊരു കടി കടിച്ചു. ആ നന്ദേട്ടാ, വേദനിക്കുന്നു. ആ, വേദനിക്കാൻ വേണ്ടിയാ കടിച്ചേ. ചെറിയ പണിഷ്മെന്റ് ഇതേലും തരണ്ടേ? രാവിലെ നല്ല അടിപൊളി കട്ടൻ ചായയും മിച്ചറും തിന്നുന്ന ബിസി വർക്കിലാണ് ഞാൻ. റിമോട്ടിലെ ബട്ടൺ അമർത്തി കാർട്ടൂൺ ചാനൽ വെക്കാനുള്ള ക്യൂരിയോസിറ്റിയിലാണ് ഞാൻ. ആദ്യം വന്നത് ലിറ്റിൽ കൃഷ്ണ. ഏയ്, ഇത് കാണുന്നില്ല. അപ്പുറത്തോ ആ ജാക്കി ചാൻ. ആഹാ, ഇത് കാണാം എന്നൊക്കെ ആർമാദിച്ചിരിക്കുന്ന സമയത്താണ് ഒരു ഇടിവിട്ട ഐറ്റത്തിന്റെ എൻട്രി. ഞാൻ ആകെ മൊത്തം നോക്കി, കാല് തൊട്ട് തല വരെ. ആ, എന്താ ഭംഗി! അടിപൊളിയായിട്ട് മേക്കപ്പും ഇട്ടിട്ടുണ്ട്. ഞാൻ അവളോടായിട്ട് ചോദിച്ചു, ആരാ? ഹായ് മാം, ഗുഡ് മോർണിംഗ്. മൈ നെയിം ഈസ് റിക്ഷ. കുറച്ച് ദിവസം മുന്നേ നമ്മൾ മാരേജിന് മീറ്റ് ചെയ്യേണ്ടതായിരുന്നു, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല. നമ്മുടെ ബിസിനസ് ആവശ്യത്തിന് എനിക്ക് ഡൽഹി വരെ പോയിട്ട് വന്നു. ഓക്കെ, ബൈ ദ വേ എന്നെ മനസ്സിലായില്ലല്ലേ? ഞാൻ ഡങ്കൻ സാറിൻ്റെ പേഴ്സണൽ സെക്രട്ടറിയാണ്. അവൾ റിക്ഷേനെ വല്ലാണ്ടൊന്ന് ചുഴ്ന്നു നോക്കി. മുട്ടിന് പൊക്കം വരുന്ന ഒരു ഡ്രസ്സ്, നല്ല മോഡേൺ ആണ് ആള്, കാണാനും പക്ക സുന്ദരി. അധികം വൈകാണ്ട് തന്നെ നന്ദനും അങ്ങോട്ടേക്ക് വന്നു. അവിടെ ഇരുന്നു 2 പേരും. എന്നിട്ട് പ്രോജക്റ്റിനെ കുറിച്ച് കുറച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടേയിരുന്നു. അതിൻ്റെ ഇടയിൽ നന്ദൻ ചിരിക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് ദേവിടെ ക്ഷമ നശിച്ചു. മിച്ചർ തിന്നണോ, ചായ കുടിക്കണോ, കാർട്ടൂൺ കാണണോ, ആകെപ്പാടെ കൺഫ്യൂഷനായി. അതിലുപരി അവളുടെ ചെന്ന് കഴുത്തി പിടിക്കണമെന്ന് വരെ ചിന്തിച്ചു. എന്ത് സുന്ദരിയാ! എന്നെ മൈൻഡ് ചെയ്യുന്നും കൂടി ഇല്ല നന്ദേട്ടൻ. എന്തിനാ ചിരിക്കുന്നത്? ഞാനിവിടെ സുന്ദരിയായ ഒരു ഭാര്യയില്ലേ, എന്നിടത്ത് ചിരിക്കാൻ സമയമില്ല. എപ്പോൾ നോക്കിയാലും പഠിക്കും 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 പഠിക്കുന്നു പറഞ്ഞുകൊണ്ട് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന് വരട്ടെ, വൈകുന്നേരം കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നെ എന്താ തവിട പിട്ടാക്കും കൊടുത്ത് വാങ്ങിയതാണോ? ദേവേട്ടൻ വൈകുന്നേരം വരട്ടെ, അപ്പം ഞാൻ മൈൻഡും കൂടെ ചെയ്യില്ല. ദുഷ്ട. ഞാൻ കൊഞ്ചാൻ ചെന്ന അയ്യോ കുഞ്ഞിതാ പഠിക്കാനുണ്ട് പോടിയെന്ന് പറഞ്ഞ് എന്നെ മാറ്റിവിടും. എന്നിട്ട് കിണിക്കുന്ന കണ്ടില്ലേ? ദുഷ്ടൻ, മഹാദുഷ്ടൻ. വൈകുന്നേരം നന്ദൻ വർക്ക് ചെയ്ത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ദേവ ഒരു മൈൻഡും ചെയ്യുന്നില്ല. താൻ ഈ ഭൂമിയിലുണ്ടോ എന്ന് പോലും അവൾക്ക് സംശയമാ എന്നുള്ള രീതിയിലാണ് അവളുടെ പെരുമാറ്റം. ഒരിക്കലും ബുക്കെടുത്ത് തുറക്കാത്തവൾ ഇന്ന് ബുക്കിൻ്റെ അകത്ത് കയറിയിരുന്ന് പഠിത്തമാണ്. എന്തോ കുഴപ്പമുണ്ടല്ലോ എന്നിങ്ങനെ ആലോചിച്ചു തീരുന്നു. എന്താടി ഭാര്യയെ, കെട്ടിയവൻ റൂമിൻ്റെ അകത്ത് വന്നിട്ടും ഒരു മൈൻഡൊന്നും ഇല്ലല്ലോ. എൻ്റെ പൊന്നു നന്ദേട്ടാ, എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഇതൊക്കെ ഒന്ന് പഠിച്ചെഴുതിയിട്ട് വേണം എനിക്ക് ഡിഗ്രിക്കും PGക്കും ഒക്കെ ഒന്ന് പോകാൻ. നല്ല അസൽ ജാടയോടെ പറഞ്ഞു തീർത്തതും പെട്ടെന്ന് അവളുടെ വയറിൽ കൈവച്ചു. എന്നിട്ട് മനസ്സിൽ പറഞ്ഞു, അയ്യോ പണി പാളിയെന്നാ തോന്നുന്നത്. ഈ മാസമുറ പെട്ടെന്നാണല്ലോ. അയ്യോ. അവളുടെ മുഖത്തെ മാറ്റം അവന് പെട്ടെന്ന് മനസ്സിലായി. പിന്നെ പോരാത്തതിന് അവളുടെ ആംഗ്യ ആക്ഷനും. അവൻ പതിയെ അവളെ കോരിയെടുത്ത് ബാത്റൂമിൻ്റെ അവിടെ കൊണ്ടുപോയി നിർത്തി. എന്നിട്ട് അവളോടായിട്ട് പറഞ്ഞു, ഇതാ നീ അന്വേഷിക്കുന്ന സാധനം.
പിന്നെ ഒന്ന് ഫ്രഷ് ആയിക്കോ, കുറച്ചും കൂടെ എനർജി കിട്ടും. ഓക്കെ, ഞാനേ അപ്പത്തേക്കും വല്ല എടുത്തിട്ട് വരാം കഴിക്കാനായിട്ട്. ഗുഡ് ഗേൾ ആയിട്ട് പോയി ഫ്രഷ് ആയിട്ട് വാട്ടോ. അവൾ ഫ്രഷായി വന്നതും അവൻ ഫുഡ് വാരി വാരി കൊടുത്തു. ഓ മതി നന്ദേട്ടാ, വയറ് നിറഞ്ഞു, ഇനി തിന്നാൻ ഇടയില്ല. എന്തോന്ന്, ഒന്ന് തിന്നാൻ പോലും സ്റ്റാർട്ട് ചെയ്തില്ല, അപ്പോഴേ മതിയെന്നോ? 2 പച്ചില കടിച്ച് തിന്നാൻ നീ വല്ല പുഴുവിന്റെ കൊച്ചാണോ? മര്യാദക്ക് ഇരുന്ന് ഫുഡ് കഴിച്ചോണം. ആ കഴിക്കുവാ, ദുഷ്ട. ഞാനിപ്പോ വരാം. എന്റെ പൊന്നുമോൾ ഇവിടെ ഇരുന്ന് മിടുക്കിയായിട്ട് കഴിക്ക്. നന്ദന്റെ ഫോൺ ടേബിളിലിരുന്ന് റിങ് ചെയ്തു. അവളൊരു ഓട്ടക്കണ്ണോടെ ഇട്ട് നോക്കി. അൺനോൺ നമ്പർ ആണല്ലോ. എടുക്കണ്ട, നന്ദയുടെ വന്നു കഴിയുമ്പോൾ എടുത്തോളും. നന്ദൻ അവിടുന്ന് ഒച്ചത്തിൽ പറഞ്ഞു. ദേവാ, ആ ഫോണൊന്ന് എടുത്തേ, എന്നിട്ട് ആരാന്നൊന്ന് നോക്കിക്കേ. ഹലോ, ആരാ? ഇതാരാ ഫോൺ എടുത്തിരിക്കുന്നത്? നന്ദനില്ലേ ഇവിടെ? നന്ദന്റെ കൈ കൊടുക്ക്. ദേവ മനസ്സിലോർത്തു, ഇതേതോ കൂടിയേനവാ. പുള്ളിയുടെ അടുത്ത് മര്യാദക്കൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. നന്ദേട്ടൻ്റെ വൈഫാണ് കോൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞോ. നീ നന്ദൻ്റെ വൈഫോ? അപ്പോൾ പിന്നെ ഞാനാരാ? അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അടുത്ത എപ്പിസോഡിനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.